അവന്റെ അതിപരിസമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനിശ്ചയതയ്ക്കായി ഒരു ദൈവദിന ഭാഗം വായിക്കുന്നു. 73 സങ്കീർത്തനം എന്റെ 26 വാക്യം. എന്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു, ദൈവം എന്നേക്കും എന്റെ ഹൃദയത്തിന്റെ പാറയും എന്റെ ഓഹരിയുമാകുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. 73 സങ്കീർത്തനം എന്ന് പറയുന്നത് ആസാഫ് എഴുതിയതാണ്. ലേലിയ ആസാഫ് ഈ സങ്കീർത്തനം രചിക്കുമ്പോൾ പറയുന്നത്, ലേലിയ എന്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു. ലോകപ്രകാരം നമ്മൾ ചിന്തിക്കും, നമ്മുടെ ജഡവും ഈ മാംസം നമ്മുടെ ഹൃദയം ക്ഷയിച്ചു പോകും. ആത്മീയമായി നാം ചിന്തിക്കുമ്പോൾ ദൈവം എന്നേക്കും എന്റെ ഹൃദയത്തിന്റെ പാറയും എന്റെ ഓഹരിയുമാകുന്നെന്ന് വിശ്വാസത്താൽ പറയുക. രണ്ട് തരത്തിലും, ഒന്ന് മാനുഷികമായോ ഒന്ന് ആത്മീയമായുള്ള ചിന്തയാണ്. മാനുഷികമായി ചിന്തിച്ച ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ മാംസവും ഹൃദയം ക്ഷയിച്ചു പോകും. ആത്മീയമായി ചിന്തിച്ച നമ്മുടെ ഹൃദയത്തിന്റെ പാറ ആരാണ്? യേശു കർത്താവാണ്. നമ്മുടെ ഓഹരി ദൈവമാണ്. അതുകൊണ്ട് സംഗീതക്കാരൻ പറയും, ദൈവമേ നീ എന്റെ ഹൃദയത്തിന്റെ പാറയും. പ്രൈസ്. ഹൃദയത്തിന്റെ പാറ യേശുവാണെങ്കിൽ, നമ്മുടെ ഹൃദയം പാറയ്ക്ക് തുല്യമാണെങ്കിൽ, പ്രൈസ്, ഈ ലോകത്തിൽ എന്ത് പ്രശ്നം വന്നാലും നാം അടിവരട്ട് പോരാം. കാരണം പാറ എന്ത് പറയുന്നത് ഉറപ്പുള്ള സാധനമാണ്. പാറകൾ എന്ന് പറഞ്ഞാൽ കുലുങ്ങത്തില്ല. പാറക്കൂട്ടം വലിയ വലിയ പാറയെ കണ്ടില്ല, കുലുങ്ങാതെ നമ്മുടെ ഹൃദയത്തിനകത്ത് ഇടർച്ച വരാതെ തളർച്ച വരാതെ കർത്താവിനെ പാറ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ, അല്ലേടിയ ദൈവനാമത്തെ പാറ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങളുടെ വേദവശം പറയുന്നു, നമ്മുടെ ഹൃദയത്തിന്റെ പാറ യേശു ആയിരിക്കണം. ഒരു കാരണവശാലും നമ്മൾ കുരുങ്ങിപ്പോകത്തില്ല. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിന് ഇളക്കം വരാൻ, നിങ്ങളുടെ ഹൃദയത്തിന് കോട്ടം വരുന്നത് ക്രിസ്തു എന്ന പാറയാകുന്ന ഹൃദയം നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ്. ഈ ലോകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ 3.5 വർഷക്കാലം യേശു കടന്നുപോയ വലിയ വെല്ലുവിളികൾ നമ്മളൊക്കെ നേരിടുന്നതിനേക്കാൾ അതിശക്തമായ വെല്ലുവിളികളാണ്. അത്രമാത്രം വെല്ലുവിളികൾക്ക് വന്നിട്ടും അവസാനം ലോകം മുഴുവൻ അവരെ കുറ്റം ചാർത്തി, കള്ളനെന്ന്, കുലപാതകം എന്ന്, ബെൽസെബൂൽ, ചതിയവൻ എന്നൊക്കെ കുറ്റം ചാർത്തി. റോമാ ഗവൺമെന്റ് അവനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോഴും കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരണത്തോടടുത്ത് കിടക്കുന്ന നിമിഷങ്ങളിൽ പോലും തന്റെ കൂടെ കിടക്കുന്ന കള്ളന്മാരിൽ ഒരുവൻ തന്നെ പരിഹസിക്കുമ്പോഴും ഒരുവൻ തനിക്ക് അനുകൂലമായി നിൽക്കുമ്പോഴും, അല്ലേരിയ അവിടെയും യേശു ക്രിസ്തുവിന്റെ ഹൃദയമാകുന്ന പാറ ഇളകാതെ ക്രൂശിൽ കിടക്കുന്ന കള്ളന്റെ യാചനയ്ക്ക് പറഞ്ഞ്, നീ ഇന്ന് പകൽ എന്നോടുകൂടെ പരദേശിയിലിരിക്കും. തന്റെ മുമ്പിൽ നിൽക്കുന്ന ജനത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായി ഇവരോട് ക്ഷമിക്കണമേ. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവാനൊക്കെ ഇങ്ങനെ ക്രൂശിൽ മരണത്തോട് അടുത്ത് കിടക്കുന്ന യേശു പറയണമെങ്കിൽ കർത്താവ് അല്ലെങ്കിൽ ഹൃദയമൊക്കെയാണ് യേശുവിന്റെ ഹൃദയം പാറ പോലെ ഘനമുള്ളതാണ്. ഞാൻ പുസ്തകത്തിൽ വായിച്ചതാണ്. ഞാൻ എന്നോട് ചിന്തിച്ചപ്പോൾ ശരിയാണ്. നമ്മുടെ ഹൃദയം പാറ പോലെ ഉറപ്പുള്ളതാണ്. ക്രിസ്തുവാകുന്ന പാറയാണ് നമ്മുടെ ഹൃദയമെങ്കിൽ നമ്മൾ അടിവതറി പോകത്തില്ല. കാരണം യേശുവിന് അത്രമാത്രം പീഡകൾ, ഉപദ്രവങ്ങൾ വന്നപ്പോഴും യേശു ഉറച്ചു നിന്നു. എന്റെ സംഗീതക്കാരൻ പറയാം, ദൈവമേ നീ എന്റെ ഹൃദയത്തിന്റെ പാറയും നീ എന്റെ ഓഹരിയും. അപ്പൊ കർത്താവായിരിക്കണം നമ്മുടെ ഓഹരി. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരുപാട് ഓഹരി കാണും. നിങ്ങളുടെ കുടുംബത്തിൽ ഓഹരിയുണ്ട്. നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ഒരുപക്ഷെ ഓഹരിയിലായിരിക്കും. നിങ്ങൾക്ക് ബാങ്കിൽ ഒരുപാട് ഓഹരി കാണും. ഒരുപാട് ബിസിനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓഹരി കാണും. അതെല്ലാം ലോകപ്രകാരമാണ്. എന്നാൽ യഥാർത്ഥ ഓഹരി ക്രിസ്തുവാണെങ്കിൽ, അല്ലേലിയ, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ വകയുണ്ട്. അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ പാറ ക്രിസ്തുവായിരിക്കണം, നമ്മുടെ ഓഹരി ക്രിസ്തുവായിരിക്കണം. അല്ലേലിയ അതിപ്രധാന ഹൃദയത്തിന്റെ പാറ ക്രിസ്തുവായിരിക്കുന്നത്. കാരണം എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ഇളകാതെ നിൽക്കും. അല്ലേലിയ ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചത്, 1 നമ്മുടെ ഹൃദയത്തിന്റെ പാറ ക്രിസ്തു, 2 ഹൃദയത്തിന്റെ ഓഹരി ക്രിസ്തു, 3 നമ്മുടെ ശ്രേഷ്ഠത യേശു ആയിരിക്കണം. ഈ ലോകത്തിൽ മറ്റൊന്നിന് നമ്മൾ ശ്രേഷ്ഠത കൽപ്പിക്കരുത്. അങ്ങനെ കൽപ്പിച്ചു പോയെങ്കിൽ നമ്മൾ പരാജയപ്പെടും. പ്രൈസ്. എന്നാൽ നമ്മുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത യേശുവാണ് ചിന്തിക്കുന്ന ഒരു മനുഷ്യനും പോലും പരാജയപ്പെട്ടു പോകത്തില്ല. നമ്മുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത ആരാണ്? യേശു. അവൻ 4-ാമത്തെ കാര്യം, നീ എന്റെ ഭാവി. അല്ലെങ്കിൽ നമ്മുടെ ഭാവി ആരാണ്? കർത്താവാണ്. ലോകം നമ്മുടെ ഭാവിയൊക്കെ പറയും, നമ്മുടെ മുഖലക്ഷണങ്ങളൊക്കെ പറയും, നമ്മുടെ ഭാവി ശാസ്ത്രങ്ങളൊക്കെ അവർ പറയും.
വേണമെങ്കിൽ നമ്മുടെ ഭൂതകാലവും നമ്മുടെ വർത്തമാനകാലവും നമ്മുടെ വരാൻ പോകുന്ന ഭാവി കാലത്തെക്കുറിച്ചും ഒക്കെ ഈ ലോകം പറയുമ്പോൾ അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമല്ല, അത് മാനുഷികമായി ഉരുത്തിരിഞ്ഞു വരുന്ന വാക്കുകളാണ്. അത് സാമ്പത്തിക ലാഭമാണ്, ജീവിത പ്രശ്നമാണ്. എന്നാൽ ബൈബിൾ പറയുകയാണ്, അല്ലെങ്കിൽ കർത്താവ് നമ്മുടെ ഭാവി എന്ന് പറയുമ്പോൾ, ഹൃദയത്തിന്റെ ഭാവി എന്ന് പറയുമ്പോൾ അതിന് മാറ്റമില്ലാത്ത തിരുവെഴുത്താണ്. അത് ജീവിക്കുന്ന ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രത്യാശയാണ്. അല്ലേലിയ. അപ്പൊ നമുക്ക് കർത്താവ് നമ്മുടെ ഹൃദയത്തിന്റെ സങ്കേതമാണ്. അല്ലേലിയ. അഞ്ചാമത്തെ ഹൃദയത്തിന്റെ സങ്കേതം യേശുവാണ്. അല്ലേലിയ. അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ സങ്കേതവും യേശുവാണെങ്കിൽ നമ്മൾ എന്തിനാണ് പിന്നെ പരാജയപ്പെടുന്നത്? അല്ലേലിയ. നമ്മുടെ ഹൃദയത്തിന്റെ പ്രത്യാശ യേശുവാണ്. പ്രേക്ഷകരോ, അപ്പൊ ജീവിതത്തിലുടനീളം ഞാനും നിങ്ങളും നിങ്ങളും ശോധന ചെയ്ത് പഠിച്ചാൽ സംഗീതനക്കാരൻ പറഞ്ഞ പോലെ എന്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകും. ലോകപ്രകാരം നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ മാംസവും ഹൃദയം ക്ഷയിച്ചു പോകും. അല്ലേലിയ. ക്ഷയിച്ചു പോകും. ദൈവം എന്നേക്കും എന്റെ ഹൃദയത്തിന്റെ പാറയും ഓഹരി എന്ന് ആസാവ് പറയുമ്പോൾ ആദ്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ ലോകപ്രകാരമുള്ള ചിന്തയാണെങ്കിൽ അടുത്ത നിമിഷം ആ പറഞ്ഞ വാക്കെടുക്കുന്നതിന് പറയുകയാണ്, എന്റെ കർത്താവിന്റെ ഹൃദയത്തിന്റെ പാറയാണ്. പ്രൈസ്. ഞാനിങ്ങനെയുള്ള ചിന്തകളൊക്കെ ചിന്തിക്കാറുണ്ട്. കാരണം എന്റെ ഹൃദയത്തിന്റെ പാറയായി കർത്താവ് എന്നിൽ ഉള്ളത് കൊണ്ടാണ് ഈ ലോകത്തെ ഞാൻ ജയിച്ചു നിൽക്കുന്നത്. പ്രൈസ്. ഒരു കണക്കിൽ പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്കെതിരെ ആക്രോശങ്ങൾ കടന്നു വരുമ്പോൾ, വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ, ക്രൈസ്തവ സമൂഹത്തിനെതിരെ ചൂഷണങ്ങൾ, പീഡനകൾ കടന്നു വരുമ്പോൾ, അവർ മരണകരമായ വിഷയത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർ തകരാതെ നിൽക്കുന്നത് അവരുടെ ഹൃദയത്തിന്റെ പാറയും അവരുടെ ശ്രേഷ്ഠതയും അവരുടെ ഭാവിയും അവരുടെ സങ്കേതവും പ്രത്യാശയും ഒക്കെ യേശു ആയതുകൊണ്ടാണ്. പ്രേക്ഷകരോട് നമ്മളെ ആർക്കും തകർക്കാൻ കഴിയാത്തത് രക്തം ചെയ്യും. ഇതൊരു വിശ്വാസമാണ്. അല്ലേലിയ. ഈ വിശ്വാസത്താൽ വേണം നമ്മുടെ ആത്മജീവിതത്തെ നമ്മൾ മുമ്പോട്ട് പണിയുമെന്ന് പറയുന്നത്. അപ്പൊ ആസാഫ് ഈ ദൈവത്തിനോട് പറയുമ്പോൾ അതിന്റെ ചരിത്രഭാഗം വായിക്കുമ്പോൾ, അല്ലേലിയ, സംഗീത പുസ്തകം 73 അധ്യായം അതിന്റെ 23 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കണം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനും ആയിരുന്നു, നിന്റെ മുമ്പിൽ മൃഗം പോലെ ആയിരുന്നു, എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു, നീ എന്റെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്നു എന്ന് പ്രതീക്ഷയുടെ വാക്കുകൾ പറയാം. പ്രൈസലോ എന്ന് പറഞ്ഞാൽ ആസാഫ് തന്റെ അവിവേകത്തെ സമ്മതിച്ചു. അതിന് മുമ്പൊക്കെ താൻ അവിവേകത്തോടുകൂടി ഒരുപാട് സംസാരിക്കുന്നുണ്ട്. താൻ പറഞ്ഞു പോയ അവിവേകം, തന്റെ ഹൃദയത്തിന്റെ ശൂന്യതയെ മുഴുവൻ താൻ തിരിച്ചറിഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ഏറ്റുപറയുക. അല്ലെ? ഏറ്റു പറഞ്ഞിട്ട് ദൈവത്തോട് ചേർന്ന് പറ്റിയിരിക്കാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന ഒരു സ്നേഹിതരെ, നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന് പുറത്തേക്കിരുന്ന അവിവേകങ്ങളും വിവേകമില്ലാത്ത വാക്കുകളും സംസാരങ്ങളും എല്ലാം നമ്മൾ നീക്കിക്കളഞ്ഞിട്ട് അതിനെക്കുറിച്ച് നമുക്ക് ബോധ്യം വന്ന് അനുതാപത്തോടെ ആസാഫിനെ പോലെ നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ ജീവിതകാലം മുഴുവൻ ആമീൻ നിന്റെ ഹൃദയത്തിന്റെ സങ്കേതവും പാറയും യേശുവായി ഈ ലോകത്തിന് ശ്രേഷ്ഠമായി ജീവിക്കും. പ്രൈസലോ. പീതാം സംഗീതം പറഞ്ഞു. അല്ലേലൂയ. ഈ ഒരു ധൈര്യം നമുക്ക് ആവശ്യമാണ്. അല്ലേലൂയ. അപ്പം ദൈവകരങ്ങളിൽ ദൈവജനം ഭദ്രമാണ്. ദൈവത്തിന്റെ കരങ്ങളിൽ ദൈവജനം ഭദ്രമാണ്. ലോകത്തിന്റെ കരങ്ങളിൽ നമ്മൾ ഒരിക്കലും ഭദ്രമല്ല. ഈ ലോകത്തിൽ അനവധി സംഘടനകൾ, മതങ്ങൾ, രാഷ്ട്രീയങ്ങൾ, പ്രസ്ഥാനങ്ങൾ, വ്യക്തികൾ ഒക്കെയുണ്ട്. പലരും പറയും, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കത്തില്ല, ഞാൻ നിന്നെ ചേർത്ത് പിടിക്കും, ഞാൻ നിന്നെ കരുതാം, നീ ഒന്നുകൊണ്ട് ഭാരപ്പെടണമെന്നൊക്കെ പലരും പറഞ്ഞേക്കാം. പക്ഷെ ആ കരങ്ങളൊന്നും ഭദ്രമല്ല പ്രിയരെ. അല്ലെങ്കിൽ എന്നാൽ ദൈവത്തിന് കരം ഭദ്രമാണ്. അതുകൊണ്ടാണ് അല്ലെങ്കിൽ എബ്രായ ലേഖനം 13 വരുമ്പോൾ 5 വാക്യമൊക്കെ വായി, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്നാണ്. നമ്മളൊക്കെ പറയുന്നതിന് മുമ്പേ കർത്താവ് ഇത് പറഞ്ഞു. ലോകം ഈ വാക്ക് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ലോകം മലയാള ഭാഷയിൽ അല്ലെങ്കിൽ പ്രിന്റിങ് നടത്തി, പ്രിന്റിംഗ് ഒക്കെ തന്നു നോക്കാം, മലയാള ഭാഷയിലൂടെ ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചു വരുന്നതിന് മുമ്പേ ഞാനും നിങ്ങളും അമ്മയുടെ ഉദരത്തിൽ ഉരുവായിരുന്നപ്പോൾ, പിണ്ടാകാരമായിരുന്നപ്പോൾ, ആമെ നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം അവന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നുവെന്ന് 139 സംഗീതം 15-16 വാക്യങ്ങൾക്ക് വായിച്ചു എന്ന് കാണാൻ കഴിയും. എന്ന് പറഞ്ഞതുപോലെ ഞാനും നിങ്ങളും ചിന്തിക്കുന്നതിന് മുമ്പ്, നമ്മളിവിടെ ജനിക്കുന്ന മുമ്പേ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ കൈവിടുകയിൽ ഉപേക്ഷിക്കുകയില്ലെന്ന്. ഇതെന്റെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. അല്ലേലിയ. അതുകൊണ്ട് ലോകത്തിന്റെ കരങ്ങളിൽ നമ്മൾ ഭദ്രമല്ല, നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മൾ ഭദ്രമാണ്.
ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മൾ ഭദ്രമാണെങ്കിൽ ഈ ലോകത്തിൽ നമ്മുടെ പ്രതിയോഗിയായ പിശാച്, ഹല്ലേലൂയ, അലറുന്ന സിംഹം എന്ന പോലെ അവൻ വന്നാലും, ഹല്ലേലൂയ, നിന്നെ ഭയപ്പെടുത്തിയാലും ഭീഷണിപ്പെടുത്തിയാലും നിനക്ക് നേരെ വെല്ലുവിളിയായി നിന്നാലും നിന്റെ വഴികൾ മുഴുവൻ മുടക്കിയാലും നിന്നെ തകർക്കുവാൻ, ഉടയ്ക്കുവാൻ, നശിപ്പിക്കുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ, നിന്റെ തലമുറയെ, നിന്റെ കുടുംബത്തെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റി പിശാച് എഴുന്നേറ്റാലും, ഹല്ലേലൂയ, കർത്താവ് ഒരു വാഗ്ദത്തം തന്നു. എന്താണ് വാഗ്ദത്തം? ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ച് വീണ്ടും ആവർത്തിക്കാൻ, ഞാൻ നിന്നെ കൈവിടുകയിൽ ഉപേക്ഷിക്കുന്നില്ല. നമ്മൾ കർത്താവിന്റെ കരങ്ങളിൽ ഭദ്രമാണ്. ആ മുറിവേറ്റ കരങ്ങളിൽ അവൻ നമ്മെ വഹിക്കുന്നു. ആ മുറിവേറ്റ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരാണ്. ആ മുറിവേറ്റ കരങ്ങളിൽ അവൻ നമ്മെ വരച്ചിരിക്കുന്നു. അവന്റെ ഉള്ളം കരങ്ങൾ നമ്മളെ വരച്ചിരിക്കുന്നു എന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49:15 വായിക്കണം കേട്ടോ. ഹല്ലേലൂയ, അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് പ്രതീക്ഷയാകട്ടോ. ഈ ലോകം നമുക്ക് പ്രശ്നങ്ങളുമായി വെല്ലുവിളിയായി നിൽക്കുമ്പോൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് നിൽക്കണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവ്, എന്നെ കേൾക്കുന്ന ശ്രോതാവി, ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇതിലൂടെ പറയുന്ന ദൂത് നിനക്ക് ആസാവ് പറഞ്ഞ പോലെ പറയുവാൻ കഴിയണം. ആ ഒരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു. എന്റെ ഹൃദയത്തിന്റെ പാറ യേശുവ, ഹല്ലേലൂയ, സ്തോത്രം, എന്റെ ഓഹരി യേശുവ, എന്റെ ശ്രേഷ്ഠത യേശുവ, എന്റെ ഭാവി യേശുവ, എന്റെ സങ്കേതം യേശുവ, എന്റെ ഹൃദയത്തിന്റെ പ്രത്യാശ യേശുവ. പിന്നെ പിശാചേ, നിനക്ക് എന്നോട് എന്നാ ചെയ്യാൻ കഴിയും? നിനക്ക് തന്റെ അടുത്ത് ചോദിക്കാൻ കഴിയുമോ? രക്തം ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ കർത്താവിൽ ആശ്രയിക്കുക. നിസാര വിഷയങ്ങൾക്ക് പോലും പലപ്പോഴും നിങ്ങളുടെ ഹൃദയം ക്ഷീണിച്ചു പോകും. നിസ്സാര കാരണം മതി നിങ്ങളുടെ ഹൃദയം ക്ഷീണിച്ചു പോകാൻ. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, നിങ്ങൾ ഏറ്റവും കൂടുതൽ കരുതിയ, നിങ്ങളെ ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞവർ നിങ്ങളെ വിട്ട് അകലം പോകുമ്പോൾ, നിങ്ങളെ വിട്ട് മാറുമ്പോൾ, നിങ്ങളുടെ ഒരു ഫോൺ കോൾ എടുക്കാതെ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയം വളരെ ക്ഷീണിക്കും. ആ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. എനിക്കതുണ്ടായിട്ടുണ്ട്. ഞാൻ വളരെ സ്നേഹിച്ചു, വളരെ സന്തോഷിച്ചു, വളരെ കരുതി പലരും, അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ അവരെ വിളിക്കുമ്പോൾ ആ ഫോൺ എടുക്കാറില്ല. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ ഹൃദയം ക്ഷീണിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോട്, കർത്താവ്, എൻ്റെ ഹൃദയം ക്ഷീണിച്ചാൽ അങ്ങ് എൻ്റെ ഹൃദയത്തിന്റെ പാറയായി മാറണം. ലോകം എനിക്ക് ഹല്ലേലൂയ കരുണ കാണിക്കാതിരിക്കുമ്പോൾ അങ്ങ് എൻ്റെ ഓഹരിയായി മാറണം. ഇതൊക്കെ നമ്മൾ ദൈവത്തോട് പറയുമ്പോൾ ഉണ്ടല്ലോ, നമുക്കൊരു പ്രത്യേക ഒരു ധൈര്യം ഉണ്ടാവും. ഹല്ലേലൂയ. അതുകൊണ്ട് നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളട്ടെ എന്ന് പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്ന പോലെ പരീക്ഷയോടുകൂടെ പോക്കുവഴി അവൻ ഒരുക്കി തരുന്നവനാണ്. ഹല്ലേലൂയ. ഒരുപാട് പരീക്ഷകളെ, ഒരുപാട് ശോധനകളെ നാം തരണം ചെയ്തെങ്കിൽ മാത്രമേ ക്രൈസ്തവ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. രക്തം ചെയ്യാം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ കടന്നു പോകുന്ന പരീക്ഷാഘട്ടങ്ങൾ, നീ കടന്നു പോകുന്ന ശോധനയുടെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ നിന്റെ കണ്ണുനീരിന്റെ അനുഭവങ്ങൾ നീ ഓർത്ത് ഭാരപ്പെട്ടു പോകാതെ നീ ക്രിസ്തുവിന് വേണ്ടി നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. പലരും നിന്റെ മുമ്പിൽ നന്നായി ജീവിക്കുന്നവർ കാണാം. നിന്റെ കൂടെ പഠിച്ചവർ, നിന്നോടുകൂടെ വളർന്നു വന്ന ഒരുതോടി കൈയിട്ട് നടന്നവരൊക്കെ നിന്നേക്കാൾ ശ്രേഷ്ഠമായ രീതിയിൽ നല്ല ജോലി വാങ്ങി, നല്ല ഭവനമൊക്കെ വാങ്ങി, അല്ലെങ്കിൽ അവർ നല്ല ശ്രേഷ്ഠമായി ജീവിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരുപക്ഷെ നീ ചിന്തിക്കാം, എനിക്ക് മാത്രം എന്തായി ഗതി? നിനേക്കാൾ ശ്രേഷ്ഠനായ അനവധി ശക്തനായ ശുശ്രൂഷകന്മാർ കാണും. നല്ല സുഖലോലുപ ജീവിതം നയിക്കുന്ന, സൗദങ്ങളിൽ പാർക്കുന്ന ആഡംബര കാറുകളിൽ സ്തോത്രം ദിനംതോറും വിദേശ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്ന അത് ശ്രേഷ്ഠന്മാരായിരിക്കുന്ന കർത്തൃദാസന്മാർ കാണുമ്പോൾ നീ ചോദിക്കും, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഗതി വന്നു എന്നൊക്കെ ചോദിക്കാം. പക്ഷേ നമ്മൾ അങ്ങനത്തെ ചോദ്യം കർത്താവോട് ചോദിക്കരുത്. നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ കർത്താവോട് പറയരുത്. നിന്നെക്കുറിച്ചുള്ളത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. നിന്നെക്കുറിച്ചുള്ളത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. നമ്മുടെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോയാലും നമ്മുടെ ഹൃദയത്തിന്റെ പാറ, നമ്മുടെ ഹൃദയത്തിന്റെ ഓഹരി യേശുവാണെങ്കിൽ കർത്താവ് പറയുക, കൊരിന്ത്യർ ലേഖനം 2:9 വാക്യം പറഞ്ഞപ്പോൾ പൗലോസ് നമ്മളെ ഇങ്ങനെ ധൈര്യപ്പെടുന്നുണ്ട്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഹല്ലേലൂയ ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അത് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, കലങ്ങിയ കണ്ണുമായി എത്ര കാലങ്ങളായി നീ നിരാശപ്പെട്ടിരിക്കുന്നത്? പലപ്പോഴും നിന്റെ ഹൃദയത്തിലൂടെ കടന്നുപോയിട്ടില്ല. ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചേക്കാം, ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേക്കാം നിനക്ക് തോന്നിയ സന്ദർഭങ്ങളില്ലേ? പല നിന്ദകൾ നിനക്ക് കടന്നു വന്നപ്പോൾ, പല വെല്ലുവിളികൾ കടന്നു വന്നപ്പോൾ, പലരുടെയും മുമ്പിൽ നീ ഒറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ, സ്വന്തം ഭവനത്തിൽ നിന്ന് പോലും അനുകൂലമായ ഒരു വാക്ക് നിനക്ക് കേൾക്കാൻ കഴിയാതെ വന്നപ്പോൾ, എല്ലാവരും നിന്നെ അകറ്റി നിർത്തിയപ്പോൾ,
ഹല്ലേലൂയ. അവിടെയൊക്കെ നീ പരാജയപ്പെട്ടു പോയിട്ടില്ലേ സഹോദരി? നിന്റെ സഹോദരനെ ഇങ്ങനെയുള്ള സാഹചര്യം പരാജയപ്പെട്ടു പോയില്ലേ? നിന്റെ ശുശ്രൂഷ മണ്ഡലത്തിൽ നീ നേരിട്ട വെല്ലുവിളികൾ ഓർത്താൽ, നീ കടന്നു വന്ന പാതകൾ ഓർത്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിന്റെ ഹൃദയം ക്ഷീണിച്ചു പോകും. ഹല്ലേലൂയ. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആസാവ് പറഞ്ഞത്, എന്റെ മാംസവും ഹൃദയം ക്ഷയിച്ചു പോകും. അടുത്ത സ്റ്റെപ്പ് അദ്ദേഹം പറഞ്ഞു, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത സ്റ്റെപ്പ് അദ്ദേഹം എന്താണ് പറഞ്ഞത്? സ്തോത്രം, ഹല്ലേലൂയ. അദ്ദേഹം പറയുകയാണ്, എന്റെ ഹൃദയത്തിന്റെ പാറ എന്റെ ഓഹരി അങ്ങാണെന്ന്. നമുക്ക് പ്രതീക്ഷ ആവശ്യം കേട്ടോ. തളരുവാനല്ല, വളരുവാൻ അദ്ദേഹം നമ്മെ നിർത്തിയത്. അല്ലെങ്കിൽ നീ തളരുന്നത് കാണുന്നത് നിന്റെ കർത്താവിന് ഇഷ്ടമില്ല. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ മക്കളെ വളർത്തുന്നവരാണ്. നമ്മൾ മക്കളെ വളർത്തി മക്കൾക്ക് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, അവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് നമ്മൾ അവരെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. അപ്പോൾ നമ്മുടെ മക്കൾ തളരുന്നത് കാണുക നമുക്ക് ഒരിക്കലും ആഗ്രഹം ഉണ്ടാകത്തില്ല. ഒരു മാതാപിതാക്കളും കാണത്തില്ല. എന്നാൽ അങ്ങനെയുള്ള മാതാപിതാക്കളുണ്ട് കേട്ടോ. സ്വന്തം അമ്മയുടെ ഗർഭപാത്രത്തിനെ കൊലക്കളമാക്കി വെക്കുന്ന, സ്ത്രീയുടെ ഗർഭപാത്രത്തിനെ കൊലക്കളമാക്കി വെക്കുന്ന അനവധി ആളുകൾ ഉള്ളപ്പോഴേ ഇത് പറയുന്നത്. അതുകൊണ്ട് യെശയ്യാ പ്രവചനം, സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കും, അവൾ മറന്നു കളഞ്ഞ് അതിനെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ അനവധി അബോർഷൻ ചെയ്യുക, അനവധി കുട്ടികളുടെ ഗർഭപാത്രം കൊലക്കളമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇന്നലെ അബോർഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മെ കൈവിടാത്ത ദൈവമാണ്. അപ്പം നമ്മളെ ജീവിതത്തിൽ ഏതെല്ലാം വിധത്തിൽ തകർക്കാൻ ശത്രു വന്നാലും അവിടെയൊന്നും നീ തകർന്നു പോകാതെ നമ്മെ കൈവിടാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ചെറിയ ജീവിതം തൊട്ട്, അമ്മയുടെ ഉദരത്തിൽ തൊട്ട് നിങ്ങൾ നിൽക്കുന്ന ഈ സമയം വരെ അല്ലെങ്കിൽ നിങ്ങളെ നടത്തിയൊരു ദൈവമുണ്ട്. അതിന് ഭാരപ്പെടരുത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ശൂന്യതകളേക്കൊന്ന് മാറ്റിയിട്ട് ഹൃദയത്തെ ഉറപ്പുള്ള പാറയാക്കി മാറ്റണം. പ്രൈസോ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു നാൾ കുരുങ്ങിപ്പോകില്ല. നീതിമാൻ ഒരു നാൾ കുരുങ്ങിപ്പോകയില്ലെന്ന് നമ്മളെ സംഗീതം 55:22 അവസാന ഭാഗം വായിക്കുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ട് നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു, അവൻ നിന്നെ പുലർത്തും, രക്തം ചെയ്യും. കലങ്ങി മറിഞ്ഞു വരുന്ന ഒഴുക്ക് വെള്ളം, ഹല്ലേലൂയ, അത് അല്പകാലം മാത്രമേ കാണത്തുള്ളൂ, അല്പസമയം. അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, വലിയ മലവെള്ളപ്പാച്ച് ഉരുൾപൊട്ടി അല്ലെങ്കിൽ മലവെള്ളം ഒഴുകി വരുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് കലങ്ങി മറിഞ്ഞ് കുത്തി ഒഴുകി വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും എല്ലാം തകർന്നെന്ന്. പക്ഷെ ചില നേരം, ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ കലക്കവെള്ളം എല്ലാം മാറി തെളിയും. ഹല്ലേലൂയ. പഴയതുപോലെ എന്ന് പറഞ്ഞാലേ അതേ അനുഭവത്തിലൂടെ ഒരുപക്ഷെ നമ്മൾ കടന്നു പോയേക്കാം. അല്ലെങ്കിൽ കലങ്ങി മറിഞ്ഞു കുത്തിയൊഴുകി വരുന്ന കലക്കവെള്ളം പോലെ നിന്റെ ജീവിതത്തെ തകർക്കുവാൻ പിശാച് പദ്ധതി ഒരുക്കുവന്ന്. ഹല്ലേലൂയ. അവിടെ ഇത് തകരരുത്. ഇവിടെയാണ് നമ്മൾ ആസാഫിനെ പോലെ ധൈര്യം പ്രാപിക്കേണ്ടത്. പൗലോസ് പറഞ്ഞ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും, ഹല്ലേലൂയ, അകമേയുള്ളവൻ നാൾക്ക് നാൾ ധൈര്യം പ്രാപിക്കുന്നുവെന്ന് കുരിന്ത്യലേഖനം 4 വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പുറമേയുള്ള മനുഷ്യനൊക്കെ ക്ഷയിച്ചു പോകുന്നേ, പക്ഷെ അകത്തൊരുവനുണ്ട്. അകത്തുള്ളവൻ ക്ഷയിച്ചു പോകുന്നവരല്ല, അവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഒരിക്കൽ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചൊരു സംഭവമാണ് കേട്ടോ. ഹല്ലേലൂയ. ഒരു ശക്തനായ ദൈവദാസന്റെ പ്രഭാഷണത്തിൽ ഞാൻ എടുത്തതാണ്. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും ഒരു രാജാവ് തന്റെ ജന്മദിനാഘോഷത്തിൽ സകല സൈനികരെയും വിളിച്ചു. ഹല്ലേലൂയ. തന്റെ അരമനയിലുള്ള എന്തു മുതൽ വേണമെങ്കിലും എടുത്തോ എന്ന് പറഞ്ഞ് അരമനയുടെ എല്ലാ, കൊട്ടാരത്തിന്റെ എല്ലാ കഥകളും തുറന്നിട്ട് കൊടുത്തു. ഹല്ലേലൂയ. അപ്പൊ ഈ രാജാവിന്റെ അല്ലെങ്കിൽ സൈനികങ്ങളിൽ എല്ലാവരും എന്ത് ചെയ്തു? എല്ലാവരും പെട്ടെന്ന് ചാടിയ രാജാവിന്റെ അരമന മുഴുവൻ തപ്പി പരിശോധിച്ച് അകത്തുണ്ടായിരുന്ന സകല പൊന്നും വെള്ളിയും പണവും എല്ലാം പിറക്കിയെടുത്ത് ഓരോരുത്തർ വീട്ടിൽ പോയി. ഹല്ലേലൂയ. എല്ലാവരും പിറകിയെടുത്ത് നിസ്സാര നേരം കൊണ്ട് അരമനക്കാരിയായി. രാജാവ് തന്റെ അരമന ചെക്ക് ചെയ്തപ്പോൾ അരമനയ്ക്കകത്ത് യാതൊന്നുമില്ല. തന്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ളതെല്ലാം കൊണ്ടുപോയി. ഹല്ലേലൂയ. ഒരു സാധനം മിച്ചം വന്നില്ല. ഹല്ലേലൂയ. എല്ലാ മുത്തുകളും വൈരങ്ങളും പവിഴങ്ങളും മറ്റു വില കൂടിയ വസ്തുക്കളും സ്വർണ്ണാഭരണങ്ങളും എല്ലാം എടുത്തു കൊണ്ടുപോയി വീടുകളിൽ പോയി. അല്പസമയത്തിനകത്ത് ആ അരമന ശൂന്യമായി മാറി. ഹല്ലേലൂയ. ഒരു ചെറിയ സാധനം പോലും അവശേഷിച്ചില്ല. രാജാവ് ചുറ്റും നോക്കിയപ്പോൾ തന്നോടൊപ്പമുണ്ടായിരുന്ന സൈന്യങ്ങളെല്ലാം അവരവരുടെ വീട്ടിൽ പോയി. എന്നാൽ ഒരുവൻ മാത്രം പോകാതെ നിൽക്കുന്നുണ്ട്.
ഒരുവൻ മാത്രം രാജാവിനെ വിട്ട് പോയില്ല. അവൻ രാജാവിന്റെ സംരക്ഷകനായി രാജാവിന്റെ കൂടെ നിൽക്കുക. അവൻ അരമനയ്ക്കകത്ത് കയറിയില്ല. അരമനയ്ക്കകത്ത് മൊത്തം വൈരങ്ങളും പവിഴങ്ങളും വില കൂടിയ സ്വർണ്ണാഭരണങ്ങളും അതിനകത്തൊന്നും അവൻ എടുക്കാൻ തയ്യാറ്. അവൻ വീട്ടിലേക്ക് കൊണ്ടുപോയില്ല. അവൻ രാജാവിനോട് ചേർന്ന് നിൽക്കുക. അവനെ രാജാവ് നോക്കിയിട്ട്, അവന്റെ മുഖത്തേക്ക് രാജാവ് സൂക്ഷ്മതയോടെ നോക്കിയിട്ട് ചോദിച്ചു, എന്താ നീയും പോകാഞ്ഞത്? നീ ഇത്ര കാലം എന്നെ സേവിച്ചു നിന്നതല്ലേ? ഞാനല്ലേ ഇത്രയും കാലം നിനക്ക് ശമ്പളം തന്നത്? നീ എന്റെ അംഗരക്ഷകനായിട്ട് നിന്നതല്ലേ? നിന്നെപ്പോലെ ഉണ്ടായിരുന്നവരെല്ലാം എന്റെ അരമനയെല്ലാം കൊള്ളയടിച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ പോയി. നിനക്ക് എന്തുകൊണ്ടത് ചെയ്യാൻ പറ്റിയില്ല? അപ്പോൾ ഈ അംഗരക്ഷകൻ പറഞ്ഞ്, സൈനാധിപൻ പറഞ്ഞൊരു കാര്യമുണ്ട്, രാജാവി, അവർ ഇത്രയും കാലം അങ്ങേ സേവിച്ചത് അങ്ങയുടെ പൊന്നിനും പവിഴത്തിനും വിലകേറിയ സ്വർണ്ണാഭരണം വൈരങ്ങൾക്കും വേണ്ടിയാണ് അല്ലേറിയ. അവരുടെ ഓഹരി അതായിരുന്നു. എന്റെ ഓഹരി അങ്ങാന്ന് പറഞ്ഞു. അല്ലേ, രാജാവാണ് എന്റെ ഹൃദയത്തിന്റെ ഓഹരി. അതുകൊണ്ട് എനിക്ക് രാജാവിനെ വിട്ടു പോകാൻ കഴിയുകയില്ലെന്ന് ഈ സൈനാധിപൻ രാജാവിന്റെ പറഞ്ഞു. രാജാവിന്റെ ഹൃദയത്തിനകത്ത് അതുവരെ ഉണ്ടാകാത്ത ഒരു സന്തോഷം അല്ലേറിയ. ഒരുവനെങ്കിലും തന്നെ സ്നേഹിപ്പാനുണ്ടല്ലോ, ഒരുവനെങ്കിലും താമൻ രാജാവിനെ അവന്റെ ഹൃദയത്തിന്റെ ഓഹരിയായി സൂക്ഷിക്കാനുണ്ടല്ലോ എന്ന് രാജാവിന്റെ ഹൃദയത്തിനകത്ത് എന്ത് ചെയ്തു? വളരെ അല്ലെങ്കിൽ പ്രത്യാശ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നീ യഹോവേ, നീ എന്റെ ഓഹരിയും ഞാൻ നിന്റെ വചനങ്ങളെ പ്രമാണിക്കും. യഹോവേ, നീ എന്റെ ഓഹരിയാകുന്നു, ഞാൻ നിന്റെ വചനങ്ങളെ പ്രമാണിക്കും. 119 സങ്കീർത്തനം 57 പറയുന്നത് അല്ലേ. അപ്പൊ ഈ ഒറ്റ ഒരുത്തം മാത്രം എന്ത് പറഞ്ഞു എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, ഈ ലോകം നമുക്ക് മുമ്പിൽ തുറന്നിട്ടിരിക്കുക. രാജാവിന്റെ അരമന തുറന്നിട്ടിരിക്കുന്നത് പോലെ ഈ ലോകം നമ്മുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കുക. ഈ ലോകത്തിലേക്ക് നോക്കിയാൽ വില കൂടിയ പൊന്നും വെള്ളിയും സ്വർണവും പവിഴവും വൈരക്കല്ലുകളും നിങ്ങളുടെ കണ്ണുകൾക്ക് ഇമ്പം തരും നിങ്ങളെ രസിപ്പിക്കുന്ന അനുഭവത്തിൽ സാധനങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവയെല്ലാം നിങ്ങളെ അങ്ങോട്ട് ആകർഷിച്ചിട്ട് നിങ്ങളുടെ മനസ്സും ശരീരവും എല്ലാം അങ്ങോട്ട് ചെന്നിട്ട് നിങ്ങളതെല്ലാം അപഹരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകും. പക്ഷെ അതെല്ലാം അല്പകാലം മാത്രമാണ് അല്ലേറിയ. അല്പകാലം മാത്രമാ അപഹരിച്ചുകൊണ്ട് പോയ അതെല്ലാം അതെല്ലാം വീതികളിൽ എറിഞ്ഞു കളയുവന്ന അല്ലേറിയ. എന്നാൽ കർത്താവിനെ അല്ലെങ്കിൽ ആ രാജാവിനെ ഓഹരിയാക്കിയവൻ അവൻ നിറച്ചു നിന്നപോലെ നമ്മൾ നമ്മുടെ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിന്റെ ഓഹരിയാക്കി മാറ്റിയാൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല. ഒരിക്കലും നീ പരാജയപ്പെട്ടു പോകത്തില്ല. നിന്റെ പരാജയങ്ങളെ വിജയത്തിൽ എത്തിക്കുവാൻ യേശുവിന് കഴിയും. രക്തം ചെയ്യും. ഇന്ന് പകൽ ആരെങ്കിലും പരാജയത്തിന്റെ അനുഭവത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, സർവശക്തനായ ദൈവത്തിന്റെ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ കർത്താവ് നിങ്ങളോട് പറയാൻ ശക്തമായ ദൂത്, അല്ലെങ്കിൽ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഓഹരി നിന്റെ കർത്താവായിരിക്കണം. ഈ ലോകത്തിലെ ഒരു ഓഹരിക്കും വേണ്ടിയിട്ട് നീ കശപിശ കൂട്ടരുത്. ഈ ലോകത്തിലെ ഒരു ഓഹരിക്കും വേണ്ടി നീ പിറുപിറുക്കരുത്. ഒരു നന്മയും നിനക്കില്ലെങ്കിലും അല്ലേറിയ, ഒരു വരുമാനമില്ലെങ്കിലും അല്ലേറിയ, ആമേൽ പുറത്തുനിന്നൊന്നും വരാനില്ലെങ്കിലും നമ്മൾ ഭാരപ്പെടരുത്. നമ്മുടെ ഹൃദയത്തിന്റെ ഓഹരി കർത്താവാണ്. അതാശ പറയാ, നീ എൻ്റെ ഹൃദയത്തിന്റെ പാറ. പ്രൈസോ, എൻ്റെ ഹൃദയത്തിന്റെ ഓഹരി നീയാ അല്ലേ. അത് ഈ രാജാവ് ഈ സൈനാധിപനെ പിന്നത്തേതിൽ എന്ത് ചെയ്തു? ആ കൊട്ടാരത്തിലെ ഏറ്റവും വലിയ ഉയർന്ന സൈനാധിപനാക്കി. രാജാവിന്റെ ഹൃദയം, രാജാവിനെ തന്റെ ഹൃദയത്തിൽ ഓഹരിയാക്കി മാറ്റി ആ സൈനാധിപനെ പിന്നത്തേതിൽ എന്ത് ചെയ്തു? ആ കൊട്ടാരത്തിന്റെ സകല വിചാരകനുമാക്കി ആ കൊട്ടാരത്തിൽ ഉന്നതരാക്കി മാറ്റി. ഒരിക്കൽ ബാബയിൽ കിടന്ന ദാനിയേലിനെ അല്ലെങ്കിൽ ശദ്രകുമേശ അബേദ്നെഗോവിനെ ഉയർത്തിയതുപോലെ തന്നെ ഇവിടെ ഒരു സംഭവം ഞാനത് വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ദാനിയേലിന്റെ കഥയാണ് ജീവിതം ഓടി വന്നത്. അതേപോലെ നമ്മൾ നമ്മുടെ കർത്താവിനെ ഓഹരിയായിട്ട് വെച്ചാൽ ഈ ലോകത്തിൽ നീ എവിടെല്ലാം പരാജയപ്പെട്ടോ അല്ലേലുയ, എവിടെയെല്ലാം നീ ഒറ്റപ്പെട്ടോ അതിന്റെ നടി ദൈവം നിന്നെ ഉയർത്തിക്കൊണ്ടുവരും. രക്തം വിശ്വസിക്ക് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ഒരുപക്ഷെ ഇന്നും മനുഷ്യന് മുമ്പിൽ എടുത്തു പറയത്തക്കതൊന്നും നിനക്ക് കാണത്തില്ല, ഒരു സവിശേഷതയും കാണത്തില്ല. പലരും ചോദിക്കും, നീ എന്ത് നേടി, നീ എന്ത് സമ്പാദിച്ചു, നീ ബൈബിൾ എടുത്തിട്ട് നിനക്ക് എന്ത് കിട്ടി, നീ ക്രിസ്തുവിന്റെ പിന്നാലെ പോയിട്ട് എന്ത് കിട്ടി, നീ യേശുവിനെ പ്രസംഗിച്ചിട്ട് എന്ത് കിട്ടി, നീ കൈകൊട്ടി പാടാൻ പോയിട്ട് എന്ത് കിട്ടി, ഹല്ലേലൂയ, നീ കറുത്ത പുസ്തകം ചുമന്ന് ഈ വെള്ള വസ്ത്രം ധരിച്ച് ഈ ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് നടന്നിട്ട് നിനക്ക് എന്ത് കിട്ടി, നീ കഴുത്തിലും കാതിലും ഒക്കെ കയ്യിൽ വന്ന മോതിരവും വളയും കമ്മലും ഒക്കെ ഇടാൻ നടന്ന് നിനക്ക് എന്ത് കിട്ടി എന്നൊക്കെ പലരും ചോദിക്കുന്നവരുണ്ടായിരിക്കും. ശ്രോതാവേ, അവിടെയൊന്നും നമ്മൾ ഭാരപ്പെടണ്ട. അവർ ഈ ഭൂമി എന്നുള്ളത് കാണുമ്പോൾ നമ്മൾ ഉയരത്തിനുള്ളത് കാണുന്നു അല്ലേരിയ. അവർക്ക് ഈ ഭൂമിയിലുള്ളതാ ചിന്തിക്കുന്നത്. കർത്താവിനോട് നിങ്ങൾ ഭൂമിയിലുള്ളത് ഉയരത്തിലുള്ള ചിന്തിക്കാനാ പറഞ്ഞത്. ആമേ സ്തോത്രം. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ അല്ലേരിയ,
ക്രിസ്തു ഇരിക്കുന്ന ഇടമായി ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്ന കൊലോസ്യലേഖനം 3 നമ്മൾ വായിക്കുന്നുണ്ട്. അതേ, ഈ ലോകം ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു, നമ്മൾ ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നു. അതാണ് ഒരു ദൈവഭക്തന്റെ പ്രത്യാശ. ഹല്ലേലൂയ. ആമീൻ. നമുക്ക് കർത്താവാണ് ഏറ്റവും വലുത്. ഹല്ലേലൂയ. നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ കണ്ണുനീരില്, നമ്മുടെ വേദനയില്, നമ്മുടെ ദുഃഖത്തില്, നമ്മുടെ നിരാശയില്, നാം പതറിപ്പോയ സാഹചര്യങ്ങളില്, ഹല്ലേലൂയ, മനോവിഷമത്തോടുകൂടി നിരാശയോടുകൂടി മാറിയിരുന്ന് ആമീൻ വിലപിക്കുന്ന വേളകളിൽ നമ്മോട് ചേർന്നിരിപ്പാൻ, നമ്മളെ തട്ടിവിളിക്കുവാൻ, നമ്മോട് സംസാരിപ്പാൻ യേശു മാത്രമേ കാണുള്ളൂ. ഹല്ലേലൂയ. കർത്താവിന്റെ ആ മന്ദമായ ശബ്ദം കേൾക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകുമ്പോൾ, ഹല്ലേലൂയ, ഒരിക്കലും നമ്മൾ പതറിപ്പോകത്തില്ല. രക്തം ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ ഈ ലോകത്തിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. ഈ ലോകത്തിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകും. ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന, കർത്താവിന് വേണ്ടി ജീവിക്കുന്ന, വാഴ്ത്തപ്പെട്ട കർത്താവിനെ വേണ്ടി ജീവിതം സമർപ്പിച്ച് ജീവിക്കുന്ന ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ. അവർക്ക് കുറച്ച് കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. പക്ഷെ അവർക്ക് പ്രത്യാശയാണ്. ഹല്ലേലൂയ. അവർ പ്രതികൂലങ്ങളിൽ തകർന്നു പോകത്തില്ല. ഹല്ലേലൂയ. ഈശാനമൂലൻ കപ്പലിനെ ചുറ്റിയടിച്ചപ്പോഴും, ഈശാനമൂലൻ കപ്പലിനെ തകർത്ത് കളയുവാൻ തോന്നിയപ്പോഴും, കപ്പലുണ്ടായിരുന്ന 275 പേരും ഹൃദയം തകർന്നുപോയി. അല്ലെ, നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 27 വായിക്കണം. ഹല്ലേലൂയ. പൗലോസ് അടക്കമുള്ള 276 പേര് യാത്ര ചെയ്യുന്ന കപ്പലിനകത്ത് ഈശാനമൂലൻ കാറ്റിന് കടലിൽ ആഞ്ഞടിച്ച് കപ്പൽ ഇളകി, കപ്പൽ മറിയുവാൻ തുടങ്ങി. കപ്പൽ തകർന്നു പോകും. അതിനകത്തിരിക്കുന്ന 275 പേരുടെ ഹൃദയവും തകർന്ന തരിപ്പണമായി. ഹല്ലേലൂയ. എന്നാൽ പൗലോസ് എന്ന് പറയുന്ന ഒരുവനുണ്ട്. പൗലോസിനെ ദൈവം വിളിച്ചത്. ആ വിളിച്ച വിളിയുടെ ആ മാധുര്യം അനുഭവിച്ച പൗലോസ് പറഞ്ഞു, ഞാൻ സേവിക്കുന്നവൻ എൻ്റെ ഉടയവരുമായ ദൈവം. പൗലോസിന്റെ ഹൃദയം പാറ പോലെ ഉറച്ചു. ഹല്ലേലൂയ. ഈശാനമൂലൻ ആഞ്ഞടിക്കുമ്പോൾ പൗലോസ്, നിങ്ങൾക്കൊരു ദോഷവും ചെയ്യരുത്, നിങ്ങൾക്കൊരു ദോഷവും സംഭവിക്കത്തില്ല, നിങ്ങളുടെ തലയിൽ ഒരു മുടി പോലും പൊഴിയില്ല. കാരണം പൗലോസിന്റെ ഹൃദയത്തിന്റെ പാറ യേശുവാണ്. ഹല്ലേലൂയ. പൗലോസിന്റെ ഹൃദയത്തിന്റെ പാറ യേശു ആയതുകൊണ്ട്, ആസാവ് പറഞ്ഞതുപോലെ പൗലോസ് അതിനെ ഏറ്റെടുത്തത് കൊണ്ട്, പൗലോസിന്റെ ഹൃദയത്തിന്റെ പാറയും, പൗലോസിന്റെ ഹൃദയത്തിന്റെ ഓഹരിയും, പൗലോസിന്റെ ഹൃദയത്തിന്റെ ശ്രേഷ്ഠതയും, പൗലോസിന്റെ ഹൃദയത്തിന്റെ ഭാവിയും, പൗലോസിന്റെ ഹൃദയത്തിന്റെ പ്രത്യാശ സങ്കേതമെല്ലാം യേശുവായി മാറി. അതുകൊണ്ട് ആ കപ്പലുണ്ടായിരുന്നു 275 പേരും, പൗലോസ് കൂടാതെ പൗലോസിനെ കൂട്ടി 276 പേരും കപ്പൽ തകർന്ന് ഛിന്നഭിന്നമായിപ്പോഴും നീന്തുവാൻ കഴിയുന്നവരെല്ലാം നീന്തിയും, പലയുടെ കണ്ണങ്ങളിൽ നീന്തിക്കഴിയുക ചിലവെല്ലാം നീന്തി മെലിത്ത നദിയിലെത്തി. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ഹൃദയത്തിന്റെ ഉറപ്പെന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് നിന്റെ ഹൃദയം ഉറപ്പുള്ള പാറയായിരിക്കും എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ചിലരുടെ സങ്കടങ്ങളും പരാതികളും ഒക്കെ കേൾക്കുമ്പോൾ, അവരുടെ പരിഭവങ്ങൾ കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, അവരുടെ ഹൃദയം അപ്പോൾ തന്നെ അറ്റാക്ക് വന്ന് മരിക്കുന്നു. അപ്പോൾ തന്നെ ഒരു അറ്റാക്ക് വന്ന് മരിക്കുന്ന വിധത്തിൽ അത്ര ഹൃദയം തകർന്നിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ഹൃദയം തകർന്നിരിക്കുമ്പോൾ നമ്മൾ മറ്റു രോഗത്തിലേക്ക് കടന്നു പോകുന്നതാണ്. അല്ലെങ്കിൽ ഹൃദയം തകർന്നിരിക്കുന്ന സമയത്ത് ദാവീദ് പറഞ്ഞതുപോലെ പറയണം, നിന്റെ ഹൃദയം, എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, ഹൃദയം തകർന്ന, ജോലിയില്ലാതെ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് ഇനി വിദേശ രാജ്യത്ത് ജോലിക്ക് കടന്നുപോയിട്ട് കഷ്ടം സഹിക്കുന്ന, നാട്ടിൽ കടന്നുവിടാൻ കഴിയാതെ സങ്കടപ്പെടുന്ന, മണലാരണ്യത്തിൽ വേദന അനുഭവിക്കുന്ന, വിദേശ രാജ്യത്ത് അനവധി പ്രതീക്ഷയുടെ കടന്നുപോയിട്ട് ഒന്നും നേടുവാൻ കഴിയാതെ ഇന്നും കടക്കടിയിലൂടെ കടന്നു പോകുന്ന, അങ്ങനെ ഹൃദയം തകരുമ്പോൾ, ഹൃദയം ക്ഷീണിക്കുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ ഇന്നലെ പറഞ്ഞ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഭൂമിയുടെ അറ്റത്ത് വിളിച്ചപേക്ഷിക്കും നമ്മൾ ദാവീദ് പറഞ്ഞതിൽ ചിന്തിച്ച ഭാഗമല്ല. നമ്മുടെ ഹൃദയം തകരുമ്പോൾ, ഹൃദയം നുറുങ്ങുമ്പോൾ, ദാവീദ് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഹല്ലേലൂയ. അപ്പൊ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്നാണ് 34 സങ്കീർത്തനം 17 പറയുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാവേ, ഹൃദയം നുറുങ്ങിയ നിന്റെ ഹൃദയത്തിനകത്ത് യഹോവ സമീപസ്ഥനായ നമ്മുടെ കർത്താവ് ഉറപ്പുള്ള പാറയായ നിന്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നീ ഒന്നിലും പരാജയപ്പെട്ടു പോകത്തില്ല. കർത്താവ് നിന്റെ ഹൃദയത്തിന്റെ പാറയായി മാറട്ടെ.
ആമേ സ്തോത്രം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാ. ലേരിയ 34:18 വാക്യത്തിൽ തന്നെയുണ്ട് കേട്ടോ. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാ. നീ നീതിമാനായിട്ട് ജീവിക്കുമ്പോൾ, നീ ഒരു സത്യസന്ധനായി ജീവിക്കും, ഒരു വിശ്വത്തനായി ജീവിക്കുമ്പോൾ, നീ കർത്താവിനോട് ചേർന്നിരിക്കുക. വീണ്ടെടുപ്പിന്റെ അനുഭവത്തിൽ നീ ജീവിക്കും. ഈ ലോകത്തെ വിട്ടിട്ട് നീ കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ ഒരുപാട് അനർത്ഥങ്ങൾ നിനക്ക് കടന്നു വരും. പ്രൈസലോടല്ലേരിയ. അതുകൊണ്ടാണ് നമ്മളൊക്കെ ചിന്തിക്കുന്ന വചനം, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ നമ്മെ വിടുവിക്കും. അല്ലേ? അവയെല്ലാം നമ്മുടെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്. അവയെല്ലാവരും വിടുവിക്കുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന യുവതി യുവാക്കന്മാരോട് പറയട്ടെ, എന്നെ കേൾക്കുന്ന സഹോദര, ഞാൻ പറയട്ടെ, നീ എത്രയോ പ്രാവശ്യം നിന്റെ മദ്യപാനം നിർത്താൻ തീരുമാനമെടുത്തിട്ട്, പുകവലി നിർത്താൻ തീരുമാനമെടുത്തിട്ട്, ഈ മുറുക്കാൻ പുകലയൊക്കെ കുട്ടികൾ മുറുക്ക് നിർത്താൻ നീ എത്രയോ പ്രാവശ്യം തീരുമാനമെടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്നും നിനക്ക് നിർത്താനായിട്ടില്ല. അല്ലേ? കാരണം നിന്റെ തീരുമാനത്തിനകത്ത് ഉറപ്പില്ല, നിന്റെ ഹൃദയത്തിനകത്ത് ഉറപ്പില്ല. അല്ലേലിയ. നിന്റെ ഹൃദയം എന്ന് പറയുന്നത് ഒരു സൈസ് അല്ലിയ ഒരു വഴുക്കലായിട്ട് കിടക്കുക. അല്ലേലിയ. അത് ഉറപ്പുള്ളതായി മാറണം, ഉറപ്പുള്ള പാറ പോലെ. അല്ലേലിയ. അതുകൊണ്ട് ഇത് പകലിനെ കേൾക്കുന്ന മാതാപിതാക്കളെ, മടങ്ങിവ. മടങ്ങിവ. ദൈവം നിനക്കൊരു പുതുവഴി തുറന്നിട്ടുണ്ട്. ദൈവം നിനക്ക് ചില ശ്രേഷ്ഠതകളെ തരാൻ പോവുക. മക്കളുടെ ഭരണത്തെക്കുറിച്ച്, അവരുടെ ഭാവിയെക്കുറിച്ച്, അവരുടെ ജോലിയെക്കുറിച്ച്, അവരുടെ തലമുറയെക്കുറിച്ച് ഒക്കെ ഭാരപ്പെടുന്നവരുണ്ട്. നാളെ എന്ത് ചെയ്യും, മറ്റന്നാൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കുമെന്നൊക്കെ ഓർത്ത് മുന്നോട്ട് പോകുന്ന ജീവിതങ്ങളോട് പറയട്ടെ, നീ തകരരുത്. അല്ലേലിയ. നമ്മുടെ തകർച്ചയുടെ നടുവിൽ നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ഈ വചനമൊക്കെ പറയുമ്പോൾ അല്ലേലിയ, ഞാൻ ഒരുപാട് ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ശ്രമിക്കുന്ന ആളാണ്. കാരണം ഈ ലോകം നമുക്കൊരിക്കലും ഭദ്രമല്ല, ലോകത്തിന്റെ വാക്കുകൾ ഭദ്രമല്ല. അവയെല്ലാം കാറ്റ് എവിടെ നിന്ന് വന്നു, അതെങ്ങോട്ട് പോയെന്ന് അറിയുന്നില്ലെന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ പറയുന്ന വാക്കുകളെല്ലാം അങ്ങനെ കേട്ടോ. നമുക്ക് കാറ്റ് ഇവിടെ നിന്ന് വന്നു, അതിങ്ങോട്ട് പോയെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. നമ്മൾ യോഹന്നാൻ 3 വായിച്ച് നീക്കുമോ ശ്ലോകത്തിൽ യേശുവിന്റെ ഭാഷണത്തിൽ കാണാൻ കഴിയും. അപ്പൊ ഈ കാറ്റ് ഇവിടുന്ന് വന്ന് എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ലാത്തതുപോലെ മനുഷ്യൻ ഒരുപാട് വാക്കുകളും വാക്തത്വങ്ങളും ഒരുപാട് കാര്യങ്ങളും മനുഷ്യൻ പറയും ഈ ലോകത്തിൽ. അല്ലേലിയ. പക്ഷെ അവർ പറഞ്ഞ വാക്ക് അത് വന്ന് എവിടുന്ന് വന്ന് എങ്ങോട്ട് പോയെന്നറിയത്തില്ല. പിന്നെ അവയെ കാണുന്നില്ല, പറഞ്ഞ മനുഷ്യനെ കാണത്തില്ല. അല്ലേലിയ. ഇവിടെ കർത്താവ് അങ്ങനല്ലേ, യഹോവയാ ഞാൻ മാറാത്തവൻ. കർത്താവ് പറയാണ്, യഹോവയാ ഞാൻ മാറാത്തവൻ. അതുകൊണ്ട് ഈ യാക്കോബിന്റെ സന്തതിയിൽ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നുവെന്ന് മാലാഖയുടെ 3:6 വായിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ എടുത്ത് വായിക്കുന്നത്, ഞാൻ ഈ വചനത്തോട് അനുഭവം ചേർത്തുകൊണ്ട് സംസാരിക്കുക. അതെ, വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ ഒരുവനുണ്ടെങ്കിൽ ഈ ലോകം ഉണ്ടായ കാലം തൊട്ട്, മനുഷ്യന്റെ സൃഷ്ടിയുടെ ആരംഭം തൊട്ട്, ആദാം തൊട്ട്, അല്ലേരിയ, ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന സകല ജനങ്ങളെയും, സകല രാഷ്ട്ര തലവന്മാരെ, സകല മത നേതാക്കന്മാരെ, സകല മത സാമൂഹ്യ സാംസ്കാരിക ചരിത്ര മീഡിയ രംഗങ്ങളിൽ നിൽക്കുന്ന എല്ലാവരും, എല്ലാ സയൻസ് എഞ്ചിനീയർമാരെ നോക്കിയാലും, ഏത് ഉന്നതാധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ നോക്കിയാലും, രാഷ്ട്രീയക്കാരെ നോക്കിയാലും, വലിയ അവരെല്ലാം വാക്കു പറഞ്ഞിട്ട് മാറിപ്പോകുന്നവരാ. അല്ലേ? അവരെല്ലാം വാക്കു പറഞ്ഞു മാറിപ്പോകും. അല്ലെങ്കിൽ അവരുടെ വാക്കുകളെല്ലാം താൽക്കാലികമാണ്, സ്വാർത്ഥതയ്ക്കാണ്, അവരുടെ കാര്യം കാണാൻ വേണ്ടിയിട്ടാണ്. എന്ന കർത്താവ് അതുപോലെ ഞാൻ വാക്കു പറഞ്ഞാൽ മാറാത്തവനാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവം നിനക്കൊരു വാക്തത്വം തന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറയെക്കുറിച്ചൊരു വാക്തത്വം തന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തെക്കുറിച്ചൊരു വാക്തത്വം തന്നിട്ടുണ്ടെങ്കിൽ, ഇനി നിൽക്കുന്ന ദേശത്തെക്കുറിച്ച് നിനക്കൊരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ ശുശ്രൂഷയെക്കുറിച്ച് ദൈവം ഒരു വാക്തത്വം ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് നിവർത്തിക്കുക തന്നെ ചെയ്യും കേട്ടോ. അവൻ വാക്കു പറഞ്ഞാൽ മാറാത്തവനാണ്. യേശു വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ. അത് ആസാബിന്റെ ജീവിതത്തിൽ ആസാബ് രുചിച്ചറിഞ്ഞു. തെസ്സലോനിക്ക സഭയോടുള്ള ബന്ധത്തിൽ പൗലോസ് പറഞ്ഞു, 1 തെസ്സലോനിക്കർ 5:24 ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. അല്ലേരിയ. നിങ്ങളെ വിളിച്ചത് ഇവിടുത്തെ ഭരണാധിപന്മാരാണോ, ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ, മത നേതാക്കന്മാരാണോ, എങ്കിൽ നിങ്ങൾ തളർന്നു പോകും. അല്ലേരിയ. നിങ്ങളെ വിളിച്ചത് കർത്താവാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവനത് നിവർത്തിക്കും കേട്ടോ. അതുകൊണ്ട് കഷ്ടതയിലൂടെ കടന്നു പോകുന്ന സ്വഭാവി, നീ തളരുവാനല്ല, നീ വളരുവാനാ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ഒക്കെ കഷ്ടതയുണ്ടെന്നേ, നമുക്ക് സങ്കടമൊക്കെ ഉണ്ട്, കണ്ണുനീരൊക്കെ ഉണ്ട്. അത് എനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്. പ്രവേശനമുണ്ട്. അല്ലേലിയ. ജീവിതം ഒന്ന് മാത്രമാണ്. അല്ലെങ്കിൽ അതിനകത്ത് ഒരുപാട് പ്രതികൂലങ്ങൾ കടന്നു വരും.
ഹല്ലേലൂയ. ഈ ലോകം എന്ന് പറയുന്നത് സാത്താന്റെ കയ്യിലാണ്. ഈ ലോകത്തിന്റെ നിയന്ത്രണം മുഴുവൻ സാത്താന്റെ കയ്യിലാണ്. ഈ ലോകത്തിന്റെ നിയന്ത്രണം മുഴുവൻ പിശാചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ മനുഷ്യനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും, അവൻ മനുഷ്യനെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കും, അവൻ മനുഷ്യൻ നരകത്തിൽ ആഴ്ത്തുവാൻ വേണ്ടി, നരകത്തിലേക്ക് തലയിടാൻ വേണ്ടിയിട്ട് അവൻ പലതും കാണിച്ചു കൂട്ടും. എന്നാൽ നീ അതിലേക്ക് വീണു പോകരുത്. ഹല്ലേലൂയ. അതിലേക്ക് പോകാതെ നമുക്ക് ആ സാവിനെ പോലും ഉറച്ചു നിൽക്കാൻ കഴിയണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയാണ്, നമുക്കും നമ്മുടെ രാജാതിരാജാവായി പ്രിയനെ നോക്കിയിട്ട് പറയണം, ദൈവമേ നീ എന്റെ ഓഹരി, നീ എന്റെ അവകാശി എന്ന് ഞാൻ മുമ്പ് ആവർത്തിച്ചിരുന്ന വാക്യം 119 സങ്കീർത്തനത്തിന്റെ അല്ലെങ്കിൽ സ്തോത്രം അല്ലെങ്കിൽ അതിന്റെ 57 വാക്യം മുമ്പേ പറഞ്ഞിരുന്നു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവേ നീ എന്റെ ഓഹരിയാകുന്നു, ഞാൻ നിന്റെ വചനങ്ങളെ പ്രമാണിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഓഹരി ആരാകണം? കർത്താവായിരിക്കണം. ഹല്ലേലൂയ. ഇത് സങ്കീർത്തനക്കാരൻ അല്ലെങ്കിൽ 119 എഴുതുമ്പോൾ 73 ആസാം എഴുതി വെച്ചു. എന്താ ആസാം? എന്താ? എന്റെ ഹൃദയവും എന്റെ മാംസവും ഹൃദയം ക്ഷയിച്ചു പോകും എന്ന കർത്താവിന്റെ ഹൃദയത്തിന്റെ പാറയും കർത്താവിന്റെ ഹൃദയത്തിന്റെ ഓഹരിയുമാകും. അപ്പം ദൈവമായിരിക്കട്ടെ നിങ്ങളുടെ ഓഹരി. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഒരു ഓഹരിക്കും വേണ്ടി നീ ജീവിക്കരുത്. സ്തോത്രം. ഇത്രയും കാലം വീട്ടിൽ നിന്നതല്ലേ വീട്ടുകാരുടെ ഓഹരി, ഇത്രയും കാലം ജോലി സ്ഥലത്തല്ലേ ആ ജോലി സ്ഥലത്തുള്ള ഓഹരി, ഇത്രയും നാളെ സഹോദരനെ സേവിച്ച ആ ഓഹരി. ഹല്ലേലൂയ. അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ഓഹരികളൊന്നും നമുക്ക് ശാശ്വതമല്ല. ഹല്ലേലൂയ. അതെല്ലാം അല്പനേരം മാത്രമാണ്. ഹല്ലേലൂയ. കുമിളകൾ പോലെയാണ് ഈ ലോകത്തിന്റെ സുഖം. നിങ്ങൾ വെള്ളത്തിൽ കുമിളകൾ കണ്ടിട്ടില്ലേ? വെള്ളത്തിൽ കുമിളകൾ പൊങ്ങിയാൽ ആ സമയം തന്നെ പൊട്ടുന്നത് പോലെ, പൊട്ടിപ്പോകുന്ന കുമിള അപ്രത്യക്ഷമായി മാറുന്നത് പോലെ ഈ ലോകത്തിന്റെ സമ്മാനങ്ങൾ, ഈ ലോകത്തിന്റെ പ്രതീക്ഷകൾ, ഈ ലോകത്തിന്റെ നന്മകളും ഈ ലോകത്തിന്റെ വാഗ്ദത്തങ്ങളും എല്ലാം വെള്ളത്തിൽ കാണുന്ന കുമിള പോലെ അതേത് സമയത്ത് ഉടഞ്ഞു പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ലോകത്തിലെ കുമിളകൾക്ക് സമാനമായ വാഗ്ദത്തങ്ങൾ കണ്ട്, മനുഷ്യന്റെ വാക്കുകൾ കണ്ട് നീ മുമ്പോട്ട് യാത്ര ചെയ്യരുത്. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിന്റെ വാറ യേശു ആയിരിക്കട്ടെ, നിന്റെ ഹൃദയത്തിന്റെ ഓഹരി യേശു ആയിരിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നീ ഒരു നാളും തകർന്നു പോകുകയില്ല. രക്തനിശ്ചയം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാധവ പിതാവേ, ഞാൻ ഒരിക്കൽ കൂടി മുമ്പ് ആവർത്തിക്കാം. എത്രയോ പേര് ഇതിനോട് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്, എത്രയോ പേരിനോട് പറഞ്ഞു നിന്റെ കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൊണ്ടും പേടിക്കുന്ന എല്ലാം ഞങ്ങൾ ഏറ്റെടുത്ത് പറഞ്ഞ് എത്രയോ ആളുകൾ നിങ്ങൾക്ക് മുമ്പിൽ കാണും. പ്രൈസോ. പക്ഷെ അതെല്ലാം വെള്ളത്തിൽ കണ്ട കുമിള പോലെയല്ലായിരുന്നു. ആ കുമിളകളെല്ലാം പൊട്ടിപ്പോയില്ലേ? പക്ഷെ പൊട്ടാത്തൊരു കുമിളയുണ്ട്. അത് കുമിള എന്ന് പറയാൻ പറ്റത്തില്ല. പൊട്ടാത്തതൊന്നുണ്ടെങ്കിൽ, വെള്ളത്തിൽ കാണുന്ന കുമിള പൊട്ടിപ്പോകുമ്പോൾ പൊട്ടാത്ത ഒന്നുണ്ട്. അതാണ് നമ്മുടെ ഹൃദയത്തിന്റെ പാറയായ യേശു. അവനൊരിക്കലും പൊട്ടിപ്പോകുന്ന കുമിളയല്ല. ഹല്ലേലൂയ. ഉറപ്പുള്ള പാറയാണ് യേശു, ഉറപ്പുള്ള പാറയാണ്. അതുകൊണ്ട് ഇത് പകരം നിങ്ങൾ കർത്താവിന്റെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വിശുദ്ധന്മാരെല്ലാവരും കർത്താവിനെ സ്നേഹിച്ചു. പഴയ നിയമം പുതിയ നിയമം വായിക്കുമ്പോൾ കർത്താവ് തെരഞ്ഞെടുത്ത പഴയ നിയമത്തിലെ വിശുദ്ധന്മാരെല്ലാം കർത്താവിനെ ഓഹരിയാക്കി മാറ്റിവരാം. യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരിൽ യൂദയൊഴിച്ചു ബാക്കിയുള്ള, യേശുവിന് വെട്ടിക്കൊടുത്ത യൂദയൊഴിച്ചു ബാക്കിയുള്ള എല്ലാവരും കർത്താവിനെ ഹൃദയത്തിന്റെ ഓഹരിയാക്കിയവരാം. ഹല്ലേലൂയ. അവരുടെ ആനന്ദത്തിന്റെ രഹസ്യം അതായിരുന്നു. പൗലോസിന്റെ, യോഹന്നാന്റെ, ഹല്ലേലൂയ, പത്രോസിന്റെ, ഫിലിപ്പോസിന്റെ, സ്തേഫാനോസിന്റെ ഒക്കെ ഹൃദയത്തിന്റെ ആനന്ദം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, പഴയ നിയമ ഭക്തന്മാരുടെ ഹൃദയത്തിന്റെ ആനന്ദം, അവരുടെ ഹൃദയത്തിന്റെ ഓഹരി യേശുവായിരുന്നു. ഈശ്വരോ. ഹല്ലേലൂയ. അതെ. അതുകൊണ്ട് പഴയ നിയമവും പുതിയ നിയമം പഠിച്ചാൽ കർത്താവിനെ സേവിച്ച ഭക്തന്മാരുടെ ഹൃദയത്തിന്റെ ഓഹരി കർത്താവായിരുന്നു. മാർട്ടിൻ ലൂതർ തന്നെ പഠിച്ചാൽ, സാധു സുന്ദർ സിംഗിനെ കുറിച്ച് പഠിച്ചാൽ, സാധു കൊച്ചുകുഞ്ഞു ഉപദേശിച്ച് പഠിച്ചാൽ, CS മാർട്ടിനെ കുറിച്ച് ചിന്തിച്ചാൽ, ജോർജ് മുള്ളറെ കുറിച്ച് ചിന്തിച്ചാൽ, ജോൺ ഹസനെ കുറിച്ച് സംസാരിച്ചാൽ, അല്ലെങ്കിൽ വില്ലഗേറിയെ കുറിച്ച് സംസാരിച്ചാലും, ഗ്രഹാസിൻസിനെ കുറിച്ച് പഠിച്ചാലും, അവരെല്ലാം ഹൃദയത്തിന്റെ ഓഹരി ആരായിരുന്നു? അല്ലെങ്കിൽ കർത്താവായിരുന്നു. മരിച്ചുപോയി 21 വരെ ഉയർപ്പിച്ച സ്മിത്ത് വിഗിൻസ്വർത്തിനോട് ചോദിച്ചാൽ പറയും, എന്റെ ഹൃദയത്തിന്റെ പാറയും എന്റെ ഹൃദയത്തിന്റെ ഓഹരിയും എന്റെ യേശു ആയിരുന്നു. അങ്ങനെ കഴിഞ്ഞുപോയ പിതാക്കന്മാർക്ക് ഒരുപാട് സംഭവം പറയാനുള്ളപ്പോൾ ഈ കാലഘട്ടത്തിൽ നിൽക്കുന്ന തലമുറയോട് ചോദിക്കട്ടെ, നിന്റെ ഹൃദയത്തിന്റെ പാറ യേശുവാണോ? നിന്റെ ഹൃദയത്തിന്റെ ഓഹരി യേശുവാണോ? അങ്ങനെയെങ്കിൽ നിന്നെ കൈവിടാതെ സൂക്ഷിക്കാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ എപ്പോഴും ഈ കഴിഞ്ഞു പോയ കാലങ്ങളിൽ ദൈവം ഉപയോഗിച്ച അനവധി ഭക്തന്മാരെ കുറിച്ച് ചിന്തിക്കാറുണ്ട്.
അല്ലെ? എന്തുകൊണ്ടാണ് അവരങ്ങനെ ഉറപ്പോടെ നിന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് നിൽക്കാൻ പറ്റാതെ വരുന്നത്? ഈ രണ്ട് കാര്യം ചിന്തിക്കും. അപ്പം കർത്താവ് പറയും, അവരെന്നോടൊപ്പം നിന്ന് അവരുടെ ഹൃദയത്തിന്റെ ഓഹരി ഞാനായിരുന്നു, അതുകൊണ്ട് അവരെന്നോടൊപ്പം നിന്നു. അവരുടെ ഹൃദയത്തിന്റെ പാറ ഞാനായിരുന്നു, അതുകൊണ്ട് അവരെന്നോടൊപ്പം നിന്നു. അവർക്ക് നിന്നെപ്പോലെ പ്രശ്നമുണ്ടായിരുന്നു, അവർ നിന്നെപ്പോലെ പ്രതിസന്ധി കടന്നുപോയത്, പക്ഷേ അവരുടെ ഹൃദയത്തിന്റെ പാറ ഞാൻ, അവരുടെ ഹൃദയത്തിൽ ഓഹരി, അതുകൊണ്ട് അവർ തകർന്നു പോയില്ല. നിന്റെ ഹൃദയം എന്താ? നിന്റെ ഹൃദയത്തിന്റെ പാറയായിട്ട് നിനക്ക് എന്നെ സ്വീകരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. നിന്റെ ഹൃദയത്തിന്റെ ഓഹരിയായിട്ട് എന്നെ സ്വീകരിക്കാൻ കഴിഞ്ഞു. നീ ലോകത്തെ അല്ലേ സ്നേഹിക്കുന്നത്? ഹല്ലേലൂയ. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് പഴയ നിയമ ഭക്തന്മാരൊക്കെ കർത്താവിന്റെ ഓഹരി, അവരുടെ ഹൃദയത്തിന്റെ ഓഹരി കർത്താവായതുപോലെ നമ്മുടെ ഹൃദയത്തിന്റെ ഓഹരി കർത്താവായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ, അതുകൊണ്ടാണ് സ്തോത്രം, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് യിരെമ്യാവ് ലേഖനം എഴുതും പറഞ്ഞത്. അല്ലൊരു യിരെമ്യാവ് 10-ാം അധ്യായം, അല്ലൊരിയ അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം, അല്ലൊരിയ ഇങ്ങനെ പറയുകയാണ്, സ്തോത്രം, യാക്കോബിന്റെ ഓഹരിയായവൻ, അല്ലൊരിയ അവയെപ്പോലെയല്ല, അവൻ സർവത്തെയും നിർമ്മിച്ചവൻ, ഇസ്രായേൽ അവന്റെ അവകാശഗോത്രം, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. അപ്പൊ യാക്കോബിന്റെ ഓഹരിയായവൻ. നമ്മൾ കുറച്ചുകൂടെ പുറകോട്ട് പോയാൽ അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ഓഹരിയായവൻ, അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ, യോസേഫിന്റെ ഓഹരിയായവൻ. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ ഭക്തന്മാരുടെ ഹൃദയത്തിന്റെ ഓഹരിയായി, പുതിയ നിയമ ഭക്തന്മാരുടെ ഹൃദയത്തിന്റെ ഓഹരിയായവൻ നമ്മുടെ ഹൃദയത്തിന്റെ ഓഹരിയായി മാറണം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നമില്ല, വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴും കാണുന്നുണ്ട്, യഹോവ എന്റെ ഓഹരി എന്ന് എന്റെ ഉള്ളം പറയുന്നു. ഹല്ലേലൂയ. നമുക്ക് പറയാം യഹോവന്റെ ഓഹരി എന്ന് എന്റെ ഉള്ളം പറഞ്ഞു. യിരെമ്യാവ്, ഹല്ലേലൂയ, ആമേൻ, തന്റെ പുസ്തകം എഴുതി, വിലാപങ്ങളുടെ പുസ്തകം എഴുതി പറയുകയാണ്, ഹല്ലേലൂയ, യഹോവ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, യഹോവ എന്റെ ഹൃദയത്തിന്റെ ഓഹരിയാകുന്നു, അല്ലെ, യഹോവ എന്റെ ഓഹരി എന്ന് എന്റെ ഉള്ളം പറയുന്നു, അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വെക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വിശ്വസ്തത, നമ്മുടെ അവിശ്വസ്തത. ദൈവത്തിന് വിശ്വസ്തത, നമുക്ക് അവിശ്വസ്തത. ഞാൻ വായിച്ച വചനത്തിലേക്ക് വന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ ഭാഗവും പറഞ്ഞ് വിശദീകരിക്കണം, പക്ഷെ നമുക്ക് വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. എന്താണ് വായിച്ച വചനം? 73-ാം സങ്കീർത്തനമാണല്ലോ. 73-ാം സങ്കീർത്തനം അതിന്റെ 26-ാമത്തെ വാക്യം, എന്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു. അസാവ് പറയാണ്, എന്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ആ ഭക്തൻ പറയും, ദൈവം എന്നേക്കും എന്റെ ഹൃദയത്തിന്റെ പാറയും എന്റെ ഓഹരിയും. അതെ, ഞാൻ മുമ്പ് ആവർത്തിച്ച്, നമ്മുടെ പുറമേയുള്ള ശരീരം, ജഡം, നമ്മുടെ പുറമേ നമ്മൾ ചിന്തിക്കുമ്പോൾ ഹൃദയമൊക്കെ ക്ഷയിച്ചു പോകും. പക്ഷേ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിന്റെ പാറയും നമ്മുടെ ഹൃദയത്തിന്റെ ഓഹരിയുമായാൽ നീ ഒരു കാലത്തും തകരയില്ല. ഇതുപോലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയ കഷ്ടതയുടെ കണ്ണ് ദുഃഖത്തിന്റെ അറിവ് കടന്നു പോകുന്ന സ്നേഹിത, ദൈവം നിന്റെ ഹൃദയത്തിന്റെ പാറയായി സ്വീകരിക്കാൻ കഴിയുമോ? യേശുവിനെ നിന്റെ ഹൃദയത്തിന്റെ പാറയായി സ്വീകരിക്കാൻ കഴിയുമോ? യേശുവിനെ നിന്റെ ഹൃദയം വിട്ട് അവനെ നിന്റെ ഓഹരിയായി സ്വീകരിക്കാൻ കഴിയുമോ? അവൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നിന്റെ കഷ്ടതയുടെ നടുവിലേക്ക് യേശു ഇറങ്ങി വരും. കണ്ണുനീരിലൂടെ രോഗക്കിടക്കിലേക്ക് ഇത് ഇറങ്ങി വരും. നിന്റെ പ്രതിസന്ധികളെ മാറ്റി, നിന്റെ പരീക്ഷകളെ മാറ്റി, നിന്റെ കടക്കണിയെ മാറ്റി തരും. നീ ഏത് വിഷയത്തിന്റെ ഭാരപ്പെടുന്നോ അതിനുവേണ്ടി അവൻ അത്ഭുതം ചെയ്യും. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ കേരളത്തിലെ 3.25 ജനങ്ങൾ, തലമുറ എണ്ണത്തിൽപ്പെടാത്തവർ, അന്യസംസ്ഥാനത്തുള്ള ആളുകൾ, ഇന്ത്യയിലെ 245 കോടി ജനത്തിനായി, ലോകരാജ്യം 800 കോടി ജനത്തിനായി, ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ല, എല്ലാവരെയും കുടിലോട്ട് കൊട്ടാരത്തിൽ വരെ പറക്കുന്ന സകല ജനത്തെയും, എല്ലാ ട്രൈബൽ മേഖല, ആദിവാസി മേഖലയിലും, എല്ലാ ഗോത്രഭാഗങ്ങളും, എല്ലാ ദ്വീപവാസികളെയും, ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യൗവനത്തിനും വാത്തും നിരാനുഭൃത്തരും, അശരണ, യാച, റോഹണ, ചോട്ട, ജുവലും തട്ടപ്പുറയിലായിരിക്കുന്ന എല്ലാ രാജ്യരാഷ്ട്രത്തലന്മാരും, എല്ലാ ക്രമസമാധാന നിയമനിർമ്മാണത്തിൽ നിൽക്കുന്നവരെ, അല്ലെങ്കിൽ കർത്താവീയ സ്തോത്രം, എല്ലാ മത, സാമൂഹ്യ, സാംസ്കാരിക, മാധ്യമ, മീഡിയ രംഗങ്ങൾ, സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ അടക്കമുള്ള എല്ലാ ഫർവംശ പാർട്ടികളും ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവ് കഷ്ടം സഹിക്കുന്ന, അമ്മപ്പെടുന്ന, വേദനയിരിക്കുന്ന, പ്രതികൂല കടന്നു രോഗക്കിടക്കിലായിരിക്കുന്ന, ജീവിതത്തിൽ തകർന്ന ദുഃഖത്തിന്റെ നടിയിലൂടെ കടന്നു പോകുന്ന നിരവധി ആളുകൾ തകർന്ന മനസ്സോടെ ഇരിക്കുമ്പോൾ കർത്താവ് സകല ജനത്തിനും ആശ്വാസനായകനായിരിക്കുന്ന ഹൃദയത്തിന്റെ പാറയായി ക്രിസ്തുവിന്റെ ഹൃദയങ്ങൾ ഉറപ്പായി അവരെ ഉറപ്പിക്കണമേ. ഹല്ലേലൂയ. അങ്ങ് അവരുടെ ഓഹരിയായി മാറട്ടെ. കണ്ണുനീര് മാറട്ടെ, ദുഃഖം മാറട്ടെ, സങ്കടം മാറട്ടെ, ശാപങ്ങൾ മാറിപ്പോട്ടെ. ആഭിചാര, മന്ത്രവാദ, കൂടോത്ത, ശൂദ്ര ശക്തികൾ, എല്ലാ വരത്തുപോകൽ ശക്തികളെ നീങ്ങി കർത്താവ് ജനത്തിന് വിടുതൽ കൊടുക്കണമേ. കുടുംബങ്ങളെ വിടിവിക്കണമേ, സമാധാനം കൊടുക്കണമേ. തളരുവാൻ അനുവദിക്കരുത്. പിശാച് പല തന്ത്രങ്ങളെ കടന്നു വരുമ്പോൾ ചിലത്തെ പിടിക്കാൻ മദ്യത്തിനും മയക്കും ലഹരിക്കും അടിപ്പെട്ട് കിടക്കുന്നവർ, ഈ ലോകത്തിന്റെ വർഗീയതയ്ക്ക് തീവ്രവാദത്തിനും അല്ലെങ്കിൽ ഭീകരതയ്ക്കും ഒരുങ്ങി നിൽക്കുന്നവർ,
ആമേ ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ ഉന്മൂലനാശം ചെയ്യുവാൻ ആമി ശ്രമിച്ചുകൊണ്ട ഒരു വലിയ കൂട്ടം ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ജനങ്ങൾക്ക് മാനസാന്തരം മടങ്ങി വരുവാൻ, ബിസിനസ്സിൽ തകർന്നവർ, ജീവിതത്തിൽ തകർന്നവർ, കുടുംബജീവിതം തകർന്നവർ, വിവിധമായ പ്രശ്നങ്ങളെ പ്രതിസന്ധികൾ നേരിടുന്ന അനവധി ആളുകളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ദൈവമക്കൾ, ദൈവദാസന്മാർ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവി സൂക്ഷിക്കണം. ഭൂമിയുടെ അറ്റത്തോട് അവരുടെ ഹൃദയം തകർന്നു പോകാതെ കർത്താവി അവരുടെ ഹൃദയത്തിന്റെ പാറയെ കർത്താവായി, ഹൃദയത്തിന്റെ ഓഹരി യേശുവായി സകലരെ കർത്താവ് സൂക്ഷിക്കണമേ. വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ പരിശോധന കടന്നു തകരുവാൻ ആരെ അനുവദിക്കരുത്. സകല വകുത്തുടങ്ങുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.